ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്കായിട്ടുള്ള സംഘടനകളും സ്ഥാപകരും. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് സംഘടനകളും സ്ഥാപകരും ഒക്കെ പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഏത് പി എസ് സി പരീക്ഷ എടുത്ത് നോക്കിയാലും അതിൽ ഒരു സംഘടനകളും അതിൻ്റെ സ്ഥാപകരുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് SCERT ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യത്തേത് ആത്മീയ സഭയാണ്. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ 1815 രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. അതേപോലെ ബ്രഹ്മസമാജം, പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മസമാജം 1829 സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് ആദി ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ. അതേപോലെ ഭാരതീയ ബ്രഹ്മസമാജമുണ്ട്, അത് സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ ആണ്. ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. ഇനി സാധാരൺ ബ്രഹ്മസമാജം, അത് സ്ഥാപിച്ചത് ആനന്ദമോഹൻ ബോസാണ്. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോർ, ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്ര സെൻ, സാധാരൺ ബ്രഹ്മസമാജം ആനന്ദമോഹൻ ബോസ്. ഇനി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? 1829 രാജാറാം മോഹൻ റോയ്. ഓക്കെ. അടുത്തത് തത്വബോധിനി സഭ. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ. ഇനി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഓക്കെ. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡസ്കിയുമാണ്. ന്യൂയോർക്കിലാണ് സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡസ്കിയാണ്. ഇനി ഇന്ത്യൻ സൊസൈറ്റി, അതായത് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. ഓക്കെ. തിയോസഫിക്കൽ സൊസൈറ്റി ന്യൂയോർക്കിൽ സ്ഥാപിച്ചത് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡസ്കിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. തത്വബോധിനി സഭ രൂപീകരിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡസ്കിയും. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആനി ബെസന്റ്. ഓക്കെ. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജി. അടുത്തത് പൂന സാർവജനിക് സഭ. പൂന സാർവജനിക് സഭ MG റാനഡെയാണ് സ്ഥാപിച്ചത്. പൂന സാർവജനിക് സഭ MG റാനഡെ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് AO ഹ്യൂമാണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാണ്? AO ഹ്യൂമാണ്. ഇനി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആഗാഖാനാണ്. മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആഗാഖാൻ. ഒന്നുകൂടി നോക്കാം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. പൂന സാർവജനിക് സഭ MG റാനഡെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് AO ഹ്യൂം. മുസ്ലിം ലീഗ് ആഗാഖാൻ. ഓക്കെ. അടുത്തത് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലെയാണ്. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിബ ഫുലെയാണ്. ഓക്കെ. ഇനി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി രൂപീകരിച്ചത് വില്യം ജോൺസ് ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപീകരിച്ചത് വില്യം ജോൺസ്. അടുത്തത് അഹമ്മദീയ പ്രസ്ഥാനം. അഹമ്മദീയ പ്രസ്ഥാനം മിർസ ഗുലാം അഹമ്മദാണ്. അഹമ്മദീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് മിർസ ഗുലാം അഹമ്മദ്. അടുത്തത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഒന്നുകൂടി നോക്കാം. സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. അഹമ്മദീയ പ്രസ്ഥാനം മിർസ ഗുലാം അഹമ്മദ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ. അടുത്തത് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലാണ്. 1913 ലാല ഹർദയാലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അടുത്തത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് ചന്ദ്രശേഖർ ആസാദാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ്. ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത് അലി സഹോദരന്മാരാണ്. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ചേർന്നിട്ടുള്ള അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം അലി സഹോദരന്മാരാണ്. ഓക്കെ. അടുത്തത് അനുശീലൻ സമിതി. അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷാണ്. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ഓക്കെ. അടുത്തത് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ബഹിഷ്കൃത ഹിതകാരിണി സഭ രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്.
ബഹിഷ്കൃത ഹിതകാരിണി സഭ BR അംബേദ്കർ. അടുത്തത് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടെ ചേർന്നിട്ടാണ്. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 രൂപീകരിച്ചത് മോത്തിലാൽ നെഹ്റുവും CR ദാസും. ഓക്കെ. അടുത്തത് ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. അടുത്തത് ഖുദായി ഖിദ്മത്ഗാർ. ഖുദായി ഖിദ്മത്ഗാർ രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഖുദായി ഖിദ്മത്ഗാർ രൂപീകരിച്ചത്. ഒന്നുകൂടി നോക്കാം. ബഹിഷ്കൃത ഹിതകാരിണി സഭ BR അംബേദ്കർ, സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ്, അതേപോലെ ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ, ഖുദായി ഖിദ്മത്ഗാർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓക്കെ. അടുത്തത് വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല രൂപീകരിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത് പ്രാർത്ഥനാ സമാജം. എപ്പോഴും ചോദിക്കാറുള്ളതാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. അടുത്തത് ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം രൂപീകരിച്ചത് വീരേശലിംഗം. ഹിതകാരിണി സമാജം രൂപീകരിച്ചത് ആരാണ്? വീരേശലിംഗമാണ്. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ്. അടുത്തത് അഭിനവ് ഭാരത്. അഭിനവ് ഭാരത് VD സവർക്കർ. അഭിനവ് ഭാരത് സഭ രൂപീകരിച്ചത് VD സവർക്കറാണ്. ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനം രൂപീകരിച്ചത് വിനോബ ഭാവെയാണ്. ഭൂദാന പ്രസ്ഥാനം രൂപീകരിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. അടുത്തത് സേവാസദൻ. സേവാസദൻ രൂപീകരിച്ചത് BM മലബാറിയാണ്. സേവാസദൻ BM മലബാറി. അടുത്തത് ആര്യസമാജം. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് PSCയുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആര്യസമാജം രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതേപോലെ ശുദ്ധി പ്രസ്ഥാനവും സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. ഓക്കെ. ആര്യസമാജം രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ. അടുത്തത് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത് സുന്ദർലാൽ ബഹുഗണയാണ്. 1973 സുന്ദർലാൽ ബഹുഗണയാണ് ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത്. അടുത്തത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? സൂര്യസെൻ ആണ്. അടുത്തത് മഹർ പ്രസ്ഥാനം. മഹർ പ്രസ്ഥാന സ്ഥാപകൻ ഡോക്ടർ BR അംബേദ്കർ. മഹർ പ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്തത് ഫോർവേഡ് ബ്ലോക്ക്. 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഓക്കെ. ഒന്നുകൂടി നോക്കാം. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, മഹർ പ്രസ്ഥാനം അംബേദ്കർ, ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ്, സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപകൻ EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് സംഘടനകളും സ്ഥാപകരുമായിട്ട് PSC സ്ഥിരം ചോദിക്കാറുള്ളത്. മസ്റ്റായിട്ടും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിത് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.